സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കായി പോയ മകളെ കാത്തിരിക്കുകയാണ് വയനാട്ടിൽ ഒരു വൃദ്ധമാതാവ്. മുട്ടിൽ ചെറുമൂലവയൽ ചൂരത്തിൽ ആമിന മകളുടെ ശബ്ദം കേട്ടത് കഴിഞ്ഞ മാസം ഡിസംബറിലാണ്. ആമിനയുടെ ഏക ആശ്രയമായിരുന്ന ആയിഷയെക്കുറിച്ച് ഇപ്പോൾ വിവരങ്ങളൊന്നുമില്ല. തേടിപ്പോകാൻ ഇടമില്ലാത്ത വേദനയിൽ കഴിയുകയാണ് തന്റെ കൊച്ചുകൂരയിൽ ഈ മാതാവ്. 2013 ആഗസ്റ്റിലാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ ഒരാൾ വീട്ടുജോലിക്കായി ആയിഷയെ സൗദിയിലെ കരീമി എന്ന സ്ഥലത്തേക്ക് അയക്കുന്നത്. 2014 ഡിസംബർ മാസം വരെ ഇടയ്ക്കിടെ ഫോൺ വിളിക്കുമായിരുന്നു. ഒടുവിൽ ആമിനയെ തേടി ആയിഷയുടെ ഫോൺ വിളിയെത്തിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ശമ്പളമൊന്നും ലഭിക്കുന്നില്ലെന്നും ഇനി ഫോൺ ചെയ്യാൻ പറ്റില്ലെന്നും ഉമ്മ വിഷമിക്കരുതെന്നുമെല്ലാം പറഞ്ഞു. പിന്നീട് മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആമിനയ്ക്കറിയില്ല. എൻ്റെ മോള് ജീവിച്ചിരിക്കണുണ്ടോ ഇല്ലയെന്ന് ഞാൻ ഇതുവരെ അറിയണില്ല. 2015 നവംബർ ഇന്ന് 16 ഇന്ന് തിങ്കളാഴ്ച 16-ാം തീയതിയാണ്. ഇന്നേ സമയം വരെ എൻ്റെ കുട്ടി ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയണില്ല. വേദനയിൽ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്ന ആമിന തന്റെ മകളുടെ ഒരു ഫോൺ വിളിക്കായി കാത്തിരിക്കുകയാണ്. സൗദിയിലേക്ക് അയച്ച ഏജന്റിനോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ തങ്ങളുടെ കരാർ 3 മാസമേയുള്ളൂവെന്നും മറ്റു വിവരങ്ങൾ അറിയില്ലെന്നുമാണ് പറയുന്നത്. 3 വർഷത്തോളമാകുന്നു ഈ ഉമ്മ ഒറ്റയ്ക്കുള്ള ജീവിതം തുടങ്ങിയിട്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മകൾ എവിടെയെന്നറിയാത്ത തീരാത്ത വേദനയുടെ വിതുമ്പലുകളാണ് ഈ കൊച്ചു വീട് നിറയെ. അനൂപ് കയാർ, വയനാട്.